ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൈകുന്നേരം ആയതിനു ശേഷം ഞാൻ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ ദീതും ദീയൊക്കെ പോയത് ഫൈസൽ കാക്കാൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ്. കുറേ ദിവസമായി പോവണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. മദ്രസ ഉണ്ട്, അപ്പോൾ സ്കൂളത്തെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, മദ്രസ അല്ലേ, അതിനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ കുട്ടികളില്ലായിട്ട് വല്ലാത്ത വിഷമമുണ്ട് എനിക്ക്. ഇനി ഞാൻ മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു മുട്ട കവർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ മതി, ഇത്രയും തേങ്ങ മതി കേട്ടോ. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചതിന് ശേഷം ഈ ചെറിയ ജാറുണ്ടല്ലോ, നമ്മൾ ചമ്മന്തി കടിക്കുന്ന ചെറിയ ജാറ്, അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി 2 കോഴിമുട്ടക്ക് അത്രയേ ഉള്ളൂ കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ല എരിവ് കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായ മുളക്, ഞങ്ങളെ നാട്ടിന് ചീരാമുളക് എന്നൊക്കെ പറയും, നല്ല എരിവുള്ള മുളകാണത്. ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ലൊരു പുളി കിട്ടാൻ വേണ്ടി സുർക്ക ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലൂസാവരുത്, കുറച്ചൊരു ഡ്രൈ രൂപത്തിൽ വേണം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോഴേക്കിതാ കോഴിമുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ കോഴിമുട്ട മുക്കി പൊരിക്കാനായിട്ട് ഒരു മാവ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി, കുറച്ച് മൈദപ്പൊടി ഇട്ടു. അപ്പോൾ 2 കോഴിമുട്ട ആ ഒരു ലെവലിലാണ് ഞാൻ മാവ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മുളക് ബജ്ജി കഴിക്കുമ്പോഴും അതുപോലെ തന്നെ മുട്ട ബജ്ജിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, നല്ലൊരു കളർ ഉണ്ടാവും ആ ഒരു ബജ്ജിക്ക്. അപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കായപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് രൂപത്തിൽ വേണം ആക്കിയെടുക്കുക. അല്ലെങ്കിൽ കോഴിമുട്ട നല്ലതുപോലെ മുങ്ങി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ തിക്ക് രൂപത്തിലാവണം മാവ്. അപ്പോൾ കോഴിമുട്ട വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയോണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് രൂപം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ ചമ്മന്തി ഒന്ന് നല്ലതുപോലെ കവർ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട ഹാഫ് ആക്കിയാണ് കേട്ടോ ചെയ്തത്. ശേഷം മാവിൽ മുക്കിതാ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ടൈറ്റ് രൂപത്തിൽ തന്നെ മാവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട ഹാഫ് ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട 4 കീറാക്കാം. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ കുടിക്കാൻ. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് ചായയൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ചൂടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിൽ നല്ല പെർഫെക്റ്റോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചായ ആയതിനു ശേഷം ഞാനും പൈസൽക്കാക്കല്ലേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ചായ കുടിച്ച പാത്രങ്ങളും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ ഫൈസൽക്കാക്ക വണ്ടിയൊക്കെ എടുത്ത് എവിടേക്കോ പോകുന്നുണ്ട്. ആരോ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി, കാരണം കുട്ടികളും ഇല്ല, ഞാൻ ഒറ്റക്കായ പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി, ടൈമും പോവും, അതുപോലെ തന്നെ മുറ്റൊക്കെ ആകെ നാറിക്കിടക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ
പിന്നെ മുറ്റൊക്കെ അടിച്ചു വാരി. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെടികളൊക്കെ നനക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ മഴക്കാലമായാലും ഭയങ്കര വെയിലാണല്ലോ, അപ്പോൾ ചെടികളൊക്കെ നല്ലോണം ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ശേഷം മരുഭാഗമൊക്കെ കൊടുക്കാനായിനല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പം നേരെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. രാത്രിക്കൊക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനായിട്ട് സാലഡിന് കാബേജും കക്കരിക്കും തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഫൈസൽക്കാക്ക് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇരിക്കുമ്പോഴാണ് ഫൈസൽക്കാക്കൻ്റെ കാക്കയും അതുപോലെ തന്നെ ഫൈസൽക്കാക്കയും വന്ന്. അപ്പോൾ കാക്ക കൊണ്ടുവന്നപ്പോൾ ഷവർമ്മയൊക്കെ കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. അവരുടെ ചാനലിലേക്കൊക്കെയാണ് ഈ ഷവർമ്മ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഷവർമ്മയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള മയോണീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. അപ്പോൾ ഫൈസൽക്കാക്കാണ് ഇപ്പം കഴിഞ്ഞ് സാലഡ് ഉണ്ടാക്കണ്ട, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സാലഡൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫൈസൽക്കാക്കാരൻ കേട്ടോ നമുക്ക് അവളെ അടുത്തേക്കൊന്ന് പോവുക, കുട്ടികളൊക്കെ അവിടെ ഉള്ള നമുക്ക് അങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. കുട്ടികളില്ലാണ്ട് വല്ലാത്തൊരു വിഷമം കേട്ടോ. കാരണം ഒച്ചയും ബഹളമായിട്ട് വീട്ടിലിങ്ങനെ എപ്പോഴും കഴിയുന്ന കുട്ടികളല്ലേ, അപ്പോൾ വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ദിതു കുട്ടും ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദീമോളും ഞാനും എന്തോ ആൽബോ എന്തോ സിനിമ എന്തോ കാണുകയാണ് കേട്ടോ ടേബിൾ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത അതിശയായിപ്പോയി. അപ്പോൾ ദീമോള് പറഞ്ഞ് പപ്പ വന്നിട്ടുണ്ടോ, നിങ്ങൾ സ്വന്തം വന്നിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കണ്ടപ്പോൾ വല്ലാത്തൊരിതായി. ഞാനൊക്കെ അവളെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ അവൾ കരിയായിരുന്നു. അങ്ങനെ അവൾ ഞങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ഒന്നും കൂടി നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അവൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ അവിടുന്ന് കഴിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു പോകുന്നതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരിക്കൽ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.